ഇക്ക ഇത് ഇങ്ങനെ തോനെ ദൂരം പോകണ്ടോ? മഞ്ഞായിട്ടൊന്നും കാണുന്നില്ല മക്കളെ. അവിടെയൊക്കെ പോയി നോക്കിയാൽ ഇവിടെയൊക്കെ ഇപ്പോൾ വേലി കെട്ടിയിട്ട് ലോക്കാക്കിയിരിക്കുന്നു അല്ലേ? മറ്റേത് അതിൻ്റെ ഉള്ളിലേക്ക് അപ്പുറമൊക്കെ കിടക്കായിരുന്നു അല്ലേ? അവിടെയൊക്കെ ഒന്ന് നോക്കായിരുന്നു അടിയിലേക്ക്. മാനിസേ അവിടെ നിൽക്കണം. മക്കളെ നമ്മളങ്ങനെ വ്യൂ പോയിന്റ് കൂടെ ഇങ്ങനെ നടക്കുകയാണ്. മഞ്ഞായിട്ട് അതൊന്നും അറിയണില്ല. ചെറിയൊരു മഞ്ഞ വീശുന്നുണ്ട്, ചെറിയൊരു തണുപ്പുണ്ട്. അതുകൊണ്ടായിക്കാരം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ സീതാർകുണ്ട് വ്യൂ പോയിന്റിലാണുള്ളത്. ഈ മഞ്ഞ് കാരണം ഒന്നും കാണണമെന്നില്ല. പിന്നെ മുമ്പ് ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഈ വേലി ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങളതിൻ്റെ എഡ്ജിലൊക്കെ പോയിട്ടൊക്കെ കണ്ട വർഷങ്ങളായി വന്നിട്ട് ഇപ്പോൾ വന്നപ്പോൾ ഇതൊക്കെ അടച്ചിട്ടിരിക്കണ്ട. ആൾക്കാരും കുറവാണ്, ജനങ്ങൾ തിരക്കൊന്നുമില്ല കാര്യമായിട്ട്. ഇവിടെയൊക്കെ കമ്പിവേലി വെച്ച് അടച്ചു. ഫാഷൻ ഫ്രൂട്ട് അല്ലേ ഇത്? ഇതാ അയവ തൊടരുത് കേട്ടോ ഫ്ലവറിലൊന്നും. ആ ഇങ്ങനെ വള്ളി പിടിപ്പിച്ചാൽ വാങ്ങിക്കാൻ പറ്റുന്നതാ. എന്നാ ഇതിന്റെ ഫ്ലവർ ഇത് വാങ്ങിച്ചല്ലോ, റോസ്. ഇത് നോക്കി നോക്ക്, നല്ല രസമുണ്ട്. അയ്യോ അവിടെ ചെടികൾ കൃഷി ചെയ്യാൻ വേണ്ടിട്ട് ഒരു മണ്ണ് നിറയ്ക്കിയ കാര്യങ്ങളൊക്കെയാണ് ചേച്ചിമാര്. ഓറഞ്ച് കിട്ടില്ല, സ്കോഷ കിട്ടുള്ളൂ. ഇത് നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാധനം മറ്റേതാണ്, ചെണ്ടുമല്ലി അല്ലേ? ചെണ്ടുമല്ലി അല്ലേ? ചെണ്ടുമല്ലി കണ്ടു കഴിഞ്ഞ് ജമന്തി പോലെ ഉണ്ട്. അത് കുറ്റിച്ചെടിയിലുണ്ടായതാണ്. ഇതേതാന്നറിയോ? ഇത് നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് വെച്ച് തന്നെ വീട്ടിലുണ്ടല്ലോ അതിന്റെ. പക്ഷെ അവിടെ ഉണ്ടാവണ പോലെ അല്ല, ഇവിടെ ഉണ്ടാവണ പോലെ അവിടെ ഉണ്ടാവണില്ല. മരുന്നൊക്കെ അടിച്ചു കൊടുത്തിട്ട് കൃഷി ചെയ്യണ്ട. അതെന്താണ് എന്റെ പേടിയാണ് എന്തൊക്കെയോ വെച്ചിരിക്കണോ? ആ മാങ്ങ നിക്കണത് ഏത്? ആ അതന്നെ പറഞ്ഞേ. ഏത്? ആ
നല്ല രസമുണ്ട്. ആ മാങ്ങ ഉണ്ടാക്കുന്ന നോക്കിയൊക്കെ മൂക്കണ്ട. അയ്യോ എന്ത് രസമല്ലേ കാണാൻ. ഇക്ക ഫോട്ടോ എടുക്കൊക്കെ അവിടെ നിന്ന്. ഇക്ക ഒന്ന് ഫോട്ടോ എടുത്തേരും. അയ്യോ താമര. അയ്യോ അത് നോക്കി വെച്ചു. നല്ല രസമുണ്ട്. അങ്ങോട്ട് ഇക്ക ഇതാണ് സീനിയ പറഞ്ഞത്. ഇതത് നിങ്ങൾ കണ്ടിട്ടില്ല പറഞ്ഞു. ആയി ഡാലിയുണ്ട് കിടക്കണം. നമ്മള് സാധാരണ അങ്ങനെ ചെയ്യാറ് ഫുൾ വെൽഡിങ് അടിക്കില്ലേ. നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാല് ടോപ്പ് വാഷൊക്കെ ഒന്ന് പൊട്ടിട്ട് കൊടുക്കും. പിന്നെ ബാക്കി പെയിന്റിങ്ങാര് അടിപൊളിയായിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഫ്ലവർ അങ്ങോട്ട് പെട്ട കിട്ടില്ല കേട്ടോ. ആളുണ്ടാവും. മാനസേ താമര കണ്ടോ. ഞാൻ വന്ന് ചെയ്തരാട്ടോ. നല്ല രസം. മാനസേ ക്ഷീണിച്ചിട്ടിരിക്കേ. മുട്ടയാണ്. മുട്ടയൊക്കെ അടിച്ചിറക്കാണ്. ഇപ്പൊ വെച്ചിട്ടുള്ളൂ. നോക്കിയിട്ട് പോയിക്കോളി. വില ഉണ്ടാവൂലേ. നീ ചവിട്ടുമ്പോ പേടിയാണ്. ഇതൊക്കെ വീട്ടിൽ ആദ്യം ഉണ്ടായിരുന്നാണ് പല കളറും. സീനിയ ഡാലിയൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ. ഡാലിയ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഫോട്ടോ എടുക്കുക. ഇതൊക്കെ കളറ് അടിപൊളി കളറ്. പോകുമ്പോൾ ഒരു 5-6 കളർ വാങ്ങിക്കണം കേട്ടോ. ചെമ്പരത്തിന്റെ കളറുകളല്ലേ. അതെന്താ രസമാണ് കാണാന്. എന്താ അടിപൊളി കളറ്. കുഞ്ഞിതില്ലേ. നല്ല രസമുണ്ട്. ഇത് പിന്നെ നമുക്ക് അവിടെ ഉണ്ട്. അവിടെ തന്നെ നമ്മൾ അന്ന് വന്നപ്പോ കണ്ടു തോന്നു വിൽപ്പുണ്ട്. പിന്നെ എവിടെ അതാ നിൽക്കുന്നത്. അപ്പൊ പിന്നെ നമ്മൾ അന്ന് എവിടെയാ വന്നിട്ട്. നല്ല രസമുണ്ട്. ഇതൊക്കെ വലിക്കാൻ പറ്റും. അതൊക്കെ വലിച്ചിട്ടുണ്ടോ. ഓ വലിക്കണത്. ഇതിന് ചെടിയൊക്കെ ഉണ്ട്. അവിടെ തൈകളുണ്ട്. ഇപ്പോഴത്തെ വെയിൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഇതൊക്കെ നീലക്കുറിഞ്ഞാണ്. എന്ത് രസമാണ് കാണാൻ. കളറ് അടിപൊളി കളറ്. പക്ഷെ ഇതെന്തറിയോ, ഇത് നല്ല തണുപ്പിൽ തന്നെ ഉണ്ടാവുള്ളൂ. ഇതൊരിക്കൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവര് പറയുന്നുണ്ടാവും എന്നൊക്കെ. പക്ഷെ നമ്മുടെ ഉണ്ടായതൊക്കെ പോയതാ. ഇതോ ഇതൊക്കെ അല്ലാതെ വീഡിയോ എടുക്കണ്ടോ. ഫോട്ടോത്തരം പറയണ്ട. വീഡിയോ എടുക്കണ്ട്. ഗവേഷണത്തിന് പോയിട്ട് അവിടെ കാട്ടിന്ന് കാണുമ്പോ നല്ല രസമുള്ള സാധനം. മക്കളെ ഇതാണ്, ഇതൊക്കെ കാട്ടിന്ന് പറിച്ചിട്ട് വരുമെന്നാണ് ഇക്ക പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് കമന്റിൽ അറിയിക്കണം കേട്ടോ. ഇതൊക്കെ കാട്ടിലുണ്ടാവണതാ അത്ര. പിന്നെ ഫോട്ടോത്തരം പറയുന്നത്
ഇതൊക്കെ ഈ കാട്ടിലൊക്കെ നല്ല കാട്ടിലൊന്നും ഇങ്ങനത്തെ കളറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ വെള്ളമുള്ള ഏരിയയിൽ ഉണ്ടാവും. പിന്നെന്താ നല്ല രസമുണ്ട്. അയ്യോ അടിപൊളി. ഊട്ടിക്കൊന്നും പോണ്ട, ഏറെക്കുറൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. നെല്ലിയാമ്പതിയിൽ തന്നെ ഇപ്പോൾ ഗാർഡൻ സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ അവർ പുതിയ പുതിയ തൈകൾ കാര്യങ്ങളൊക്കെ വെക്കണുണ്ട്. ആ ഇവിടെ തന്നെ ഊട്ടിയാക്കാല്ലേ. അടിപൊളി. ഇവിടെ തൈകൾ എല്ലാത്തിൻ്റെയും തൈകൾ വാങ്ങിക്കാനും കിട്ടുന്നുണ്ട്. നീ എവിടെ നിന്നാടാ വന്ന്? ഞാനും എന്നാ പിന്നെ നാളെ വിളിക്കാൻ വന്നാ നിങ്ങൾ അച്ഛന്. ആ അതിൻ്റെ ഉള്ളിൽ ഇരിക്കണ ചേച്ചിമാരടുത്ത് ചോദിച്ചാൽ മതി ആ തൈൻ്റെ ആ റോസ് ചെമ്പരത്തി. സൂര്യകാന്തിയിലെ വെയിൽ തട്ടി വാടിയിരിക്കണം. ചെണ്ടുമല്ലി ഏറുമാടോ അത് ഇതാ മക്കളെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ. അതിലൊക്കെ പഴുത്തിട്ടൊക്കെ ഉണ്ട്, വലുതൊക്കെ ഉണ്ട്. ഏറുമാടത്തിൻ്റെ മുകളിൽ കയറാൻ പോകും. കയറാൻ പറ്റുമോ? അയ്യോ മക്കളെ ഞങ്ങൾ അങ്ങനെ ഏറുമാടത്തിൽ കയറിയിരിക്കണം. എൻ്റെ ഉള്ളിലാണ്. എനിക്ക് പേടിയാണ്. ഇതിപ്പോ പൊട്ടി വീഴൊന്നുമില്ല. നിങ്ങളൊന്ന് കാണണല്ലേ ഇരുട്ട്.